സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. എനിക്ക് അനുവദിച്ചിരിക്കുന്നത് 75 മിനിറ്റ് × 60 സെക്കൻഡ്. 2 സൈഡിലും ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ് പരിധിക്കപ്പുറം പോവില്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച്, അതാണ് ഞാൻ സാധാരണയായിട്ട് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നിങ്ങളെപ്പോലെ ഇത്രയും ഉയരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക്, പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ സാധാരണ ലെവലിലുള്ള ഈ ക്ലാസ് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ആദ്യകാലങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു. പിന്നെ 2 മണിക്കൂർ, ചിലപ്പോൾ 2.5 മണിക്കൂർ ക്ലാസ് പോകുമ്പോൾ ഒരാൾ പോലും കൂട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഏതാണ്ട് സംതൃപ്തിയോടുകൂടി തന്നെയാണ് അകത്തേക്ക് കയറിയതും അതേപോലെ പുറത്തേക്ക് പോകുന്നതും എന്നെനിക്ക് തോന്നാറുണ്ട്. ഇന്നും അതേപോലെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പതിവില്ലാത്ത വിധത്തിൽ ഇന്ന് രാവിലെ യേശുദാസ് ദുബായിൽ നിന്ന് വിളിച്ചിരുന്നു. പത്മവിഭൂഷൺ കിട്ടിയതിനൊരു മെസ്സേജ് അയച്ചതിന്. നല്ലോണം അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്, ഞാൻ ഇത്രയും കാലം പാട്ട് പാടി, ഇതിൽ ഞാൻ സംതൃപ്തനാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം നോട്ട് വെരി ഷുവർ വെദർ ഐ ആം കണ്ടന്റഡ് വിത്ത് ദിസ് ഓർ ഹാപ്പി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചതിന് എനിക്ക് സംതൃപ്തി തോന്നുന്നത് എങ്ങനെയാ ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്ന് എന്നോട് പറഞ്ഞു. യൂട്യൂബ് ഞാൻ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന അദ്ദേഹം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. ഞാൻ പറഞ്ഞു, ദാസേട്ടാ, വളരെ സിമ്പിളാണ്. ഞങ്ങളെ പോലെയുള്ളവർക്ക് 6 പോയിന്റും നിങ്ങളെ പോലെയുള്ളവർക്ക് 7 പോയിന്റും ഒന്ന് ഓർത്താൽ ഈ ജന്മം വർത്തായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ആകാംക്ഷയോടുകൂടി പറഞ്ഞു. 6 പോയിന്റ് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, തിരുത്താണ്, അങ്ങേ പോലെയുള്ളവർക്ക് 7 പോയിന്റാണ്, ഞങ്ങൾക്കാണ് 6 പോയിന്റ്. 7 പോയിന്റ് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, നമുക്ക് 6 പോയിന്റ്. ദാസേട്ടനെ പോലെയുള്ളവർക്ക് ദ വേൾഡ് 7 പോയിന്റ്. നിങ്ങൾക്കും 7 പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജീവിതത്തിൽ ജസ്റ്റ് തിങ്ക്, ഒരു ഫിലോസഫിയും ഒരു സ്പിരിച്വാലിറ്റിയും ഒന്നും വേണ്ട. ഇന്നത്തെ കണക്കനുസരിച്ച് ഫസ്റ്റ് ലൈഫ് ഉണ്ടായത് 199.8 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഹഡ്സൺ ബേയില്, കാനഡയില് ഫസ്റ്റ് മൈക്രോ ഓർഗാനിസം ഗോട്ട് ഇറപ്റ്റഡ് ഔട്ട്. നിയർലി 200 crore years ബിഫോർ ദാറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 200 കോടി വർഷത്തില് 12.2 മില്യൺ 12 ലക്ഷം ജന്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് ജീവനുള്ളത്. അതിലെ ഒരു ജന്തുവാണ് ഞാനും നിങ്ങളും. ഒരു മൃഗം എന്ന് പറയുന്നത് ശരിയല്ല, ഒരു ജന്തുവാണ്. Only capacity for the human being we can say that when we can connect the past with the present and future. ഇത് മനുഷ്യനുള്ള ഒരു അനുഗ്രഹമാണ്. We can connect the past with the present and further to the future. എന്നും ചിന്തിക്കാനുള്ളത്, വെള്ളം ഒഴുകുന്നത് മുകളിൽ നിന്ന് താഴത്തേക്ക്, ഹീറ്റ് ഒഴുകുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക്, അറിവ് ഒഴുകുന്നത് നോളജബിൾ പേഴ്സണിൽ നിന്ന് ലെസ് നോളജബിൾ പേഴ്സണിലേക്ക്, കാലം ഒഴുകുന്നത് ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കും പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും, കാലം ഒഴുകുന്നത് ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കും പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും, നമ്മൾ ഒഴുകുന്നത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്കും പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കും. ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഈ മഹാബ്രഹ്മാണ്ടത്തില്
ഞാനും നിങ്ങളും ഒരു മണൽത്തരി. ഹൗ ലോങ് വി ആർ ലിവിങ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആവാം. 16 വർഷം തപസ്സിരുന്ന് ഒരു ഭാര്യ ഭർത്താവിന് ഒരു കുട്ടി ഉണ്ടായി. തപസ്സിരുന്നു എന്ന് വെച്ചാൽ അത്രയും ട്രീറ്റ്മെന്റ് നടത്തി. ആ കുട്ടിയെയും കൊണ്ട് 3 ആഴ്ച മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഭാര്യയും ഭർത്താവും സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഒരു ഐഡിയ. ഇത്രയും കാലം സ്റ്റെപ്പ് കയറിയല്ലേ പോയത്, ഇപ്പൊ എസ്കലേറ്റർ ഉണ്ടെന്ന് അതിൽ കയറിയാലോ. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് എസ്കലേറ്റർ കയറി പകുതി എത്തിയപ്പോൾ കുട്ടി കയ്യിൽ നിന്ന് വീണു. എസ്കലേറ്ററിന്റെ ഇടയിൽ കൂടെ പോയിട്ട് സ്പോട്ടിൽ മരിച്ചു. പണ്ടത്തെ കാര്യമല്ല, ജസ്റ്റ് 3 വീക്സ് ബാക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാനായാലും നിങ്ങളായാലും 10 വർഷം 20, 30, 50, 70, 80, 90 ഹൗ ലോങ് വി ആർ ലിവിങ്. ഒരു ചോദ്യം. ആൻഡ് ഹൗ വി ആർ ലിവിങ്. ആ രണ്ടാമത്തെ ചോദ്യമാണ് യേശുദാസിനോട് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ ആൾസോ വി വിൽ നോട്ട് ബി ഹിയർ, നെക്സ്റ്റ് ഡിക്കേഡ് ദിസ് ഡേ മെനി ഓഫ് യു വിൽ നോട്ട് ബി ദർ ഇൻ ദ ചെയർ. അടുത്ത ഡിക്കേഡിൽ ഈ ദിവസം ചിലപ്പോ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഉണ്ടാവില്ല. വി ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ഓൺലി പെർമനന്റ് തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ദാറ്റ് എവറിത്തിങ് ഈസ് ടെമ്പററി. എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും ജീവിതവും കസേരയും എവറിത്തിങ് ഇൻക്ലൂഡിങ് ദിസ് ബോഡി ഇതൊക്കെ ടെമ്പററി ആയിട്ട് നമ്മൾ ഇവിടേക്ക് വന്നു. വാടക വീട്ടിൽ വന്ന പോലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്ന പിപ്പലാദ മഹർഷിയോട് രാജസ്ഥാനിൽ വെച്ച് ചോദിച്ചു അത്രേ, എന്റെ രാജ്യത്തിന്റെ പകുതി തരാം, ഈശ്വരനെ കാണിച്ചു തരുമോ. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, വെട്ടിപ്പിടിച്ചതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും എനിക്ക് എന്തിനാ, തിരിച്ചു പോകുമ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അലക്സാണ്ടറോട് ചോദിച്ചത്. അതായിരുന്നു അലക്സാണ്ടറെ അടിമുടി മാറ്റിയത്. അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്ന ഫിലിപ്പോസും അവര് പറഞ്ഞു, ഇനി മുമ്പോട്ട് പോവണ്ട. അദ്ദേഹം ഇവിടെ വന്നത് ഈ നാടിനെ കെട്ടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ആയിരുന്നില്ല. ലക്ഷ്യം, അമ്മ പറഞ്ഞു ദേവഭൂമി എന്നൊരു രാജ്യത്തിൽ ദേവനദി എന്ന ഗംഗയുണ്ട്, അതിൽ നിന്നൊരു കുമ്പിൾ വെള്ളം മരിക്കുമ്പോ എന്റെ വായിലേക്ക് തരാനായിട്ട് കൊണ്ടുവരുമോ എന്നാണ് ചോദിച്ചത്. അതന്വേഷിച്ച് വന്ന ആള് അമ്മയോട് പറഞ്ഞത്, ആ രാജ്യത്തെ തന്നെ അമ്മയുടെ കാൽ കീഴിൽ വെക്കാം. നോട്ട് ഓൺലി ദാറ്റ് ദ പീപ്പിൾ ഓർ ദ സീക്രട്ട് റിവർ, നോട്ട് ഓൺലി ദ വാട്ടർ ബട്ട് ദ ഹോൾ കൺട്രി വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ റീകോട്ട് ചെയ്ത വരി അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞത്, ആ രാഷ്ട്രം ഒരിക്കലും വേറൊരു രാജ്യത്തെ സൈനിക ശക്തി കൊണ്ട് കീഴടക്കിയിട്ടില്ല, അവിടേക്ക് കയറി പോകുന്നവരെ ആരെയും തിരിച്ചു പോകാനോട്ട് അനുവദിച്ചിട്ടുമില്ല. ഇത് അലക്സാണ്ട്രിയയില് ഭംഗിയായിട്ട് അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞു. അതൊന്ന് പരീക്ഷിക്കാനും കൂടിയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എവിടെ ഇരിക്കുകയാണെങ്കിലും കുറച്ചു കാലമൊക്കെ ഉള്ളൂ. ആ ഇരിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ധന്യമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, മരിക്കുന്ന സമയത്ത് ചിതയിൽ ഡെഡ് ബോഡി കിടത്താൻ, അല്ലെങ്കിൽ പെട്ടി കിടത്തുന്ന സമയത്ത് അപ്പോഴും നിങ്ങളുടെ മുഖം ചിരിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആവണമെങ്കിൽ നമ്മളുടെ മനസ്സിനകത്ത് ഹിഡൻ അജണ്ട ഉണ്ടാവരുത്. ഒരേ ഒരു അജണ്ട, ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ. 4 വാക്കുകൾ. ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യൂസ്ഫുൾ ആയിട്ട് ജീവിക്കാം. അപ്പൊ ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ കൊടുത്തു. ദുബായിലേക്ക് ഡോക്ടർ യേശുദാസ്, പത്മവിഭൂഷൺ കിട്ടിയ ഡോക്ടർ യേശുദാസ്, അങ്ങയുടെ ജീവിതത്തില് അങ്ങ് പാട്ട് പാടിയതില് അങ്ങ് ഇൻവോൾവ് ചെയ്ത ഓരോ ഇൻസിഡന്റിലും ആർ യു മെന്റലി ഹാപ്പി വിത്ത് ദാറ്റ്? അങ്ങയുടെ ജീവിതം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ മനസ്സിൽ അങ്ങക്ക് സന്തോഷമുണ്ടോ? തന്നെ താനെ പരിശോധിക്കാം. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, സംഗീതം പുറത്തു നിന്ന് ചെവിയിലൂടെ അകത്തേക്ക് പോവേണ്ടതാണ്. അതിഭംഗിയായിട്ടുള്ള കാഴ്ചകള് കണ്ണിലൂടെ പ്രകാശരശ്മി വഴിക്ക് അകത്തേക്ക് പോവേണ്ടതാണ്. സുഗന്ധത്തിന്റെ മോളിക്യൂളുകൾ മൂക്കിലൂടെ അകത്തേക്ക് പോവേണ്ടതാണ്. ഭക്ഷണ വിഭവങ്ങള് ടേസ്റ്റ് അറിയണമെങ്കിൽ നാക്കിലൂടെ അകത്തേക്ക് പോകണം.
ത്വക്ക് സ്പർശന സുഖം അത് ത്വക്കിലൂടെ അകത്തേക്ക് പോകണം. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്കിലൂടെ എക്സ്റ്റേണൽ സ്റ്റിമുലൈ അകത്തേക്ക് പോകണം. പക്ഷെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് പുറത്തു നിന്ന് അകത്തേക്ക് പോകാനുള്ളതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ളതാണ്. സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം എല്ലാം അകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ളതാണ്. പുറത്തു നിന്ന് അകത്തേക്ക് പോകാനുള്ളതേ അല്ലാതെ. അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു, അങ്ങ് സാറ്റിസ്ഫൈഡ് ആണോ അബൌട്ട് യുവർ പാസ്റ്റ്? Forget about the present. Forget about the future. Present, are you satisfied? ഇന്ന് വരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുകയും ചെയ്തു. അദ്ദേഹവും SP ബാലസുബ്രഹ്മണ്യവും ദുബായിൽ പണ്ട് ഒരു സംഗീത വിരുന്നിന് പോയപ്പോൾ എല്ലാം സംഘടിപ്പിക്കുന്നവര് ആ ഗാനമേള കഴിയുന്നവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടാക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. SP ബാലസുബ്രഹ്മണ്യം പറയായിരുന്നു, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ പ്രഷർ കുക്കറും കുറച്ച് പരിപ്പും സാമ്പാർ പൊടി ഉണ്ടാവും. കാരണം സംഗീതത്തിൻ്റെ വിരുന്ന് കഴിഞ്ഞ് എല്ലാവരും കേട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പട്ടിണി ആവാറാണ് പതിവ്. അതാവാതിരിക്കാൻ ഈ സാധനവും കൊണ്ട് പോവാറുണ്ട് എന്ന് പറഞ്ഞ് ഹോട്ടലിൽ 10:30 മണിക്ക് ദുബായ് ഹോട്ടലിൽ എത്തിയവര് ഒന്നും കഴിക്കാനില്ലാതെ യേശുദാസ് കഷ്ടപ്പെടുന്ന സമയത്ത് SP ബാലസുബ്രഹ്മണ്യം 11:15 സാമ്പാറും കുറച്ച് ചട്നിയും കുറച്ച് ചോറുമായിട്ട് ഇങ്ങനെ ഡോറിൽ മുട്ടിയ സംഭവം SP ബാലസുബ്രഹ്മണ്യം ചെയ്തത് യേശുദാസ് ഒരു 3 മാസം മുമ്പ് ഏഷ്യാനെറ്റിൽ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. മനുഷ്യബന്ധങ്ങളുടെ മൂല്യം അറിയുന്നത് അപ്പോഴാ. ഇപ്പോൾ അങ്ങയുടെ ജീവിത ദൗത്യത്തിൽ മാനസികമായിട്ട് സന്തോഷമുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. 2, അങ്ങ് ഇതുവരെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ അതിലെവിടെയെങ്കിലും അങ്ങയുടെ ശരീരത്തിന് നെഗറ്റീവ് ഉണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കാരണം ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതൊരു സംസ്കൃത വാക്കാണ്. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ സംസ്കൃതം കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഓർമ്മിക്കുക, ശരീരമാദ്യം ഖലു ധർമ്മം. ഈ ശരീരമാണ് നമ്മുടെ എല്ലാം. ഈ മനസ്സിൽ തോന്നിയിരിക്കുന്നത് മുഖത്ത് ചിരിയായിട്ട് വന്നാലേ ഇയാൾ ചിരിക്കുകയാണെന്ന് അറിയുള്ളൂ. അല്ലേ? 48.5 വർഷം എല്ലാവരെയും ചിരിപ്പിച്ചു കൊണ്ടിരുന്നൊരു മഹാനുഭാവൻ 3.5 വർഷമായിട്ട് ചിരിക്കാൻ പറ്റാതെ കിടക്കുകയാണെന്നുള്ളത് മറക്കരുത്. തിരുവനന്തപുരത്തുകാര് ജഗതി ശ്രീകുമാർ 48 വർഷമായിട്ട് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ സ്വയം ചിരിക്കാൻ പറ്റാതെ 3.5 വർഷമായിട്ട് ഒറ്റ കിടപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരം ഒരു മുഖത്തെ എക്സ്പ്രഷൻ കാണിക്കാൻ പാകത്തിന് എനർജറ്റിക് ആണോ യുവർ ബോഡി? നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിൽ പെരുമാറാൻ പാകത്തിന് ഈ ശരീരം ഫിറ്റ് ആണോ? യുവർ വേ ഓഫ് ടോക്കിംഗ്, യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ, യുവർ ബോഡി ലാംഗ്വേജ്, യുവർ വാക്കിംഗ്, യുവർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, യുവർ സിറ്റിംഗ്, യുവർ സ്റ്റാൻഡിങ്, യുവർ റിസീവിങ് അതേഴ്സ്, ഇത് നിങ്ങളുടെ ശരീരം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങ് കൂടുതൽ പറയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു എന്ന് യേശുദാസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കേൾക്കുക ഇപ്പോൾ. ദെൻ ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ് ലേറ്റർ. ജസ്റ്റ് യു ലിസൺ, ലേറ്റർ ഓൺ അനലൈസ് ആൻഡ് ഇഫ് പോസിബിൾ അസിമുലേറ്റ് ഇഫ് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. അപ്പൊ ഈ ശരീരം നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്താൻ അങ്ങയുടെ പ്രൊഫഷന് സാധിക്കുന്നുണ്ടോ? അങ്ങയുടെ കുടുംബ ബന്ധം. ഒരിക്കൽ ഇവിടെ വന്നിട്ട് 2-3 മണിക്കൂർ ഞങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹത്തിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ തീരുമാനിച്ചിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ള പ്രഭ. ഇപ്പോൾ പ്രഭയെ കുറിച്ച് യേശുദാസ് പറഞ്ഞത്, എവിടെ കച്ചേരി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴും ഈ കുറച്ച് മുളക്, കുറച്ച് കുരുമുളക്, കൽപ്പൂരം, ഉപ്പ് എടുത്തൊരു 101 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് യേശുദാസിന് കണ്ണു പറ്റാതിരിക്കാൻ കൊണ്ടുപോയിട്ട് തീയിലിടും അത്ര. നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. കേരളത്തിലുള്ള ഒരു ചടങ്ങാണ്. കുട്ടികൾക്കും മറ്റുള്ളവർക്കും ദൃഷ്ടി വീഴാതിരിക്കാൻ ചെയ്യുന്നത്. യേശുദാസ് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഭാര്യ അല്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിൽ ഈ മുളകും ഈ ഉപ്പും ഈ കർപ്പൂരവും ഒന്നും ഒഴിയാൻ വേറെ ഒരു പെണ്ണും വരുമായിരുന്നില്ല. ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. ഈ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? കാരണം അറിഞ്ഞിടത്തോളം ഒരു ജന്മമേ ഉള്ളൂ ഈ ശരീരത്തിൽ. അടുത്ത ജന്മം ആത്മാവിന് പക്ഷെ അവിടേക്ക് ക്യാരി ഓവർ ചെയ്തേക്കാം. ഈ ശരീരം അവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങയുടെ ശരീരം, അങ്ങയുടെ കുടുംബ ബന്ധം വർത്താണ്. ഇതെല്ലാം ഞാൻ യേശുദാസിനോടല്ല പറയുന്നത്, നിങ്ങളോടാണ്. അതിലൂടെ ഇങ്ങോട്ട് പറയുകയാണ്, നമ്മളുടെ മനസ്സ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു?
നമ്മളുടെ ശരീരം നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, അതിൽ ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും മകനായാലും മകളായാലും സഹോദരി സഹോദരന്മാരായാലും നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആരായാലും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ എത്രത്തോളം അവര് റെസ്പെക്ട്ഫുൾ ആൻഡ് ഓണറബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എന്തു തോന്നുന്നു, ആ കുടുംബ ബന്ധം എത്രത്തോളം ധന്യമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരം, ഈ ഭാരതത്തിലെ 127 കോടി ജനത, ഞാനൊരു സ്പീച്ചിൽ കേട്ടു 122 അത് ശരിയാണെന്ന് തോന്നണില്ല എനിക്ക്. 127 കോടി ജനത, ആ ജനതയ്ക്ക് യേശുദാസിന്റെ സംഗീതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എത്ര രീതിയിൽ സാംസ്കാരികമായിട്ട് അവരുടെ ധന്യമായ ജീവിതത്തിന് എത്ര പ്രയോജനപ്പെടുത്താനുള്ള റോള് നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിച്ചു. സമൂഹത്തില് വേദനിക്കുന്നവരെ, വിശക്കുന്നവരെ, അനാഥരെ, വൃദ്ധരെ, രോഗികള്, 5 ടൈപ്പ് ആൾക്കാര്. ആ 5 ടൈപ്പ് ആൾക്കാർക്ക് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥര്, ബാങ്കിന്റെ പ്രതിനിധികളെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജഡ്ജി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചെയർമാൻ ഓഫ് എ കമ്പനി, ഈ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വലിയ കമ്പനികൾക്കെല്ലാം ഇപ്പൊ അവർക്ക് ആ കോർപ്പറേറ്റ് ഡ്യൂട്ടി പാവങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മളുടെ രാഷ്ട്രത്തിന്, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തിലെ ഒരേ ഒരു സംസ്കാരവാഹകനായിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. 114 സംസ്കാരങ്ങളിലുള്ളതിൽ 112 ഗോട്ട് വൈപ്ഡ് ഔട്ട്. Only 2 are remaining, of which one almost dwindling, that is Chinese civilization. ഇന്നും എനർജറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ലോകത്തിലെ ഒരു ഉജ്ജ്വല സംസ്കാരം ഭാരതം. ആ ഭാരതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇന്ന് ഞാൻ ഡിഫൻസ് ന്യൂസ് എന്ന് പറയുന്ന ന്യൂസിൽ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടത്, ശരിക്ക് ചൈനീസ് ഗവൺമെന്റ് പാകിസ്ഥാനിൽ ഒരു പോർട്ട് ഉണ്ടാക്കാൻ പ്ലാനൊക്കെ ശരിയായി. പക്ഷേ അപ്പുറത്ത് ചബാർ പോർട്ട് അത് അടുത്ത ആഴ്ച ഉദ്ഘാടനമാണ്. അത് ഇന്ത്യ ഏറ്റെടുത്തതാണ് അഫ്ഗാനിസ്ഥാനിൽ. പക്ഷെ അത് എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. ഉദ്ഘാടനമാണ് എന്ന് ഇന്ന് രാവിലെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു ബാങ്ക് വിചാരിച്ചാൽ പോലും, ഒരു സംഘടന വിചാരിച്ചാൽ പോലും കുറേ കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അത് ഒരു പക്ഷേ ഇടുക്കിയിലെ ജനറേറ്റർ പോലെ ഒരു ഡാമിലുള്ള ജനറേറ്ററിന്റെ അത്രയും വലിപ്പമുള്ള വർക്കുകളൊന്നും ചെയ്യാൻ സാധിച്ചു വരില്ല. ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ഒരു സബ്സ്റ്റേഷൻ, ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷനിലെ റോള് ചിലർക്ക് അഭിനയിക്കാൻ സാധിച്ചു വരും. അത് സാധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ത്ത് ഒരു ട്രാൻസ്ഫോർമറിന്റെ റോള്, അതല്ലെങ്കിൽ കുറച്ചും കൂടി താഴ്ന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ റോള്, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് പോസ്റ്റിലുള്ള ഒരു ബൾബിന്റെ റോള്, അല്ലെങ്കിൽ ഒരു ഹോൾഡറിന്റെ റോള് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും അഭിനയിക്കാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുമെങ്കിൽ രാഷ്ട്രത്തിന്, നിങ്ങളിൽ പലരും SBTയിൽ വളരെ സീനിയർ ഓഫീസേഴ്സ് ആയ സ്ഥിതിക്ക് ഒരുപക്ഷെ ദേശത്ത് നിന്ന് പുറത്തു പോയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസരം വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇന്നലെ നാളെ ഇന്തോനേഷ്യയിലെ സോൾജേഴ്സിന് ഇന്ത്യൻ സോൾജേഴ്സ് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ട്രെയിനിങ് കൊടുക്കാണ്, ഡയറക്റ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സോൾജർ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോ ഇന്ത്യ ചൈന ബോർഡറിലോ വിരിമാറ് കാട്ടി മരിക്കാൻ വേണ്ടിയിട്ടുള്ള റോള് മാത്രമല്ല, എത്രയോ അധികം റോള് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയുന്ന മാതിരി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി തിരിച്ച് ഞാൻ ആ 7 പോയിന്റിലേക്ക് ഒന്നുകൂടി വരാം. ആ മനസ്സ് എത്രത്തോളം ക്ലീൻ ആക്കാൻ സാധിക്കുമോ അവിടെ വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, കുന്നായ്മ 9 സ്പീഡിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവുന്നറിയാം, നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ്, പുറത്ത് അന്വേഷിച്ചൊന്നും പോകണ്ട. അതുകൊണ്ട് ഇത് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ് എന്ന പ്രയോഗം തെറ്റാണ്. ബിഫോർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ് ആണ്. ആഫ്റ്റർ ഓൾ അല്ല,
Before all, we are human being. But as a human being, naturally, all these negatives will be there in the mind. Inevitably, it will be there. It can be there. It should be there. ഞാൻ പറയണില്ല. It will be there. There, എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് മുതൽക്ക്, ഇപ്പം മുതൽക്ക് എത്രത്തോളം അതിൻ്റെ അളവൊന്ന് കുറയ്ക്കാൻ സാധിക്കുമോ? ടാൻജിബിൾ പാരാമീറ്ററിൽ കുറയ്ക്കണം കേട്ടോ. ഇൻടാൻജിബിൾ പാരാമീറ്ററിൽ കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇന്നലെയൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഇന്ന് അത്ര ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോരാ. എനിക്ക് ഇന്നലെ വരെ എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാൻ അത്ര സ്നേഹമൊന്നും കാണിച്ചിരുന്നില്ല. ഇപ്പം ഞാൻ കുറേശ്ശെ സ്നേഹം കാണിക്കാൻ തുടങ്ങി. അതൊന്നും ടാൻജിബിൾ പാരാമീറ്റർ അല്ല. ഇന്നലെ 11 പ്രാവശ്യം ദേഷ്യപ്പെട്ടു, ഇന്ന് 7 പ്രാവശ്യമേ ദേഷ്യപ്പെട്ടുള്ളൂ. നാളെ അത് 5 കുറയ്ക്കും, മറ്റന്നാൾ 4 കുറയ്ക്കും. ഏതാണ്ട് ഈ ആഴ്ച അവസാനിക്കുമ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമേ ദേഷ്യപ്പെടുള്ളൂ. അത് ടാൻജിബിൾ പാരാമീറ്റർ. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് വളരെ എൻകറേജിങ് ആയിട്ട്, ബ്ലസ്സിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, കൺസോളിങ് ആയിട്ട് പണ്ട് സംസാരിച്ചേ ഇരുന്നില്ല. ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇന്നെവിറ്റബിളി ഒരു 10-15 ലൈനെങ്കിലും ആ പാരാമീറ്റർ, ഐ ആം മോട്ടിവേറ്റിംഗ് യു, ഐ ആം അപ്രീഷിയേറ്റിംഗ് യു, ഐ ആം കൺഗ്രാജുലേറ്റിംഗ് യു, ഐ ആം ബ്ലസ്സിംഗ് യു, ഐ ആം ഗൈഡിംഗ് യു. Because I am not permanent in this chair, you are also not permanent in this chair. As long as I and you, we are here, let our life be useful, purposeful, fruitful and meaningful. അതുകൊണ്ട് ഈ മനസ്സിനെ കുറേ അധികം മാറ്റിയാൽ എന്താ സന്തോഷം അറിയോ? യഥാർത്ഥത്തിൽ 152 സൈക്കോസൊമാറ്റിക് ഡിസീസ് കേരളത്തിലുണ്ട്. 150 ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൂ. അതിൽ 152 കേരളത്തിലുണ്ട്. അതിന്റെ അർത്ഥം മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്കാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ന്യൂയോർക്കിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നത്, 46%. കേരളത്തിൽ ഇപ്പൊ 48% ആയിട്ടുണ്ട്. ഞാനൊരു 3 വർഷം മുമ്പ് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ കേരളത്തിൽ 29. ഇപ്പൊ ഞാൻ മാറ്റി പറയുന്നു. VP ഗംഗാധരന്റെ പുസ്തകം വായിച്ചപ്പോ 62% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ ഉള്ള ലോകത്തിലെ ഒരേ ഒരു ഭൂവിഭാഗം കേരളമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ എല്ലാം ഈ മനസ്സിന്റെ സംഘർഷം. എനിക്ക് ഈ ആരാധ്യനായ പിണറായി വിജയൻ സാറുമായിട്ട് നല്ല ബന്ധമുണ്ട്. കുറച്ച് ബന്ധം മുകളിലും ഉണ്ട്. അതുകൊണ്ട് ഈ നവംബർ 3-ാം തീയതി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി നമ്മുടെ സംസ്കാരത്തിലുള്ള സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ കാര്യങ്ങൾ ഒന്ന് കോഡിഫൈ ചെയ്തിട്ട് ഇറക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ഡൽഹിയിലേക്ക് വിളിച്ച് എനിക്കൊരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. www.heritageproducts.in നോക്കിയാൽ മനസ്സിലാവും വർക്ക് എന്താണെന്നുള്ളത്. heritageproducts.in നോക്കിയാൽ ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല. അപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓരോ IAS-കാരും IPS-കാരും തമ്മിലിപ്പോ ലീഗലായിട്ടുള്ള ഫൈറ്റാണ്. മിനിഞ്ഞാന്ന് ഒരു മന്ത്രി പറയുകയും ചെയ്തു 10% IAS-കാർ ഒഴികെ ബാക്കിയെല്ലാം ഡാഷ് ആണ്. 3 വാക്ക്, ഞാനത് പറയണില്ല. പക്ഷെ ഒന്ന് ആലോചിക്കണം, ആ മന്ത്രിക്ക് ഡാറ്റ കൊടുക്കണമെങ്കിൽ ഇവരുടെ അടുത്ത് നിന്നാണ് അവർക്ക് കിട്ടേണ്ടത്. 1142 കോടി രൂപ ഈ 6 മാസമായിട്ട് കേരളത്തിന് അലോട്ട് ചെയ്തതിൽ ചെലവാക്കിയത് 142 കോടി രൂപ. ബാക്കിയുള്ളത് ലാപ്സായി. ജനുവരി 1-ാം തീയതി ലാപ്സായി. എന്തേ കാരണം? ഇവർക്ക് ഐഡിയ കൊടുക്കേണ്ട വ്യക്തികൾ അങ്ങ് ഉറങ്ങി. കാരണം 90% യൂസ്ലെസ് എന്ന് വരുന്ന വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ സംഭവിച്ച അബദ്ധമാണ് ഇതെല്ലാം. ഇത് നമ്മളുമായിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ലോകത്തിലെ ഒരു മാനേജർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മാനസികമായിട്ട് എപ്പോഴാണോ നമുക്ക് നമ്മുടെ സ്ഥാപനത്തോട് വിരസത വരുന്നത്, ആ വിരസത തോന്നുന്ന സമയത്തിൽ ഓരോ മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴും 100 കാലറി എനർജി അയാൾ ചെലവാക്കുന്നു. അതേ വർക്ക് സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോൾ 17 കാലറി വർക്കാണ് അയാൾ ചെലവാക്കുന്നത്. പ്യുവർ ബയോകെമിസ്ട്രിയാണ്. എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. ഒരു വ്യക്തി, വെദർ യു ഓർ ഐ ഓർ വി, ഹുസോഎവർ മേ ഇറ്റ് ബി, നമ്മൾ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഡിവോട്ടഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് 17 കലോറി എനർജി. അതേ വർക്ക് വിരസതയോടുകൂടി ശപിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യും.